കാലം, അധികാരഘടന, ബന്ധങ്ങളുടെ കെട്ടുപാടുകൾ ഇതെല്ലാം ചേർത്താൽ ബെനഗൽ സിനിമകളായി. ജമീന്ദാർ വ്യവസ്ഥ, അതിനോടുള്ള കലാപം, പ്രണയം, ജാതി. ഇതിലൂടെയാണ് ശ്യാം ബെനഗൽ സെല്ലുലോയിഡിൽ തൻ്റെ കഥ പറഞ്ഞത്. ആ സിനിമകൾ സമാന്തര സിനിമ കണ്ട എക്കാലത്തെയും മികച്ച അടയാളപ്പെടുത്തലുകളായി മാറി. ആ ദൃശ്യാഖ്യാനങ്ങൾ കണ്ട് ലോകം കൈയടിക്കുകയും ചെയ്തു. സിനിമ ഒരു സമൂഹ മാധ്യമമാണ്. പുതിയ കാലത്തെ സമൂഹ മാധ്യമ ചിന്തയ്ക്കും എത്രയോ കാലം മുൻപേ ശ്യാം ബെനഗൽ അത് പറഞ്ഞു വെച്ചു. സോഷ്യൽ റിയലിസം എന്ന ശൈലിയെ ഫിലിമിലൂടെ അടയാളപ്പെടുത്തി ശ്യാം ബെനഗൽ. ഇത് പറഞ്ഞത് ലോകപ്രശസ്തരായ ചലച്ചിത്ര നിരൂപകരാണ്. തെലുങ്കാനയിലെ കർഷക പ്രക്ഷോഭവും ജാതി വ്യവസ്ഥയും തൻ്റെ കുട്ടിക്കാലത്തുണ്ടാക്കിയ ചലനവും കലാപവും ബെനഗൽ സ്വന്തം സിനിമകളിലൂടെ വരച്ചു കാട്ടി. അങ്കൂറും നിശാന്തും മൻധനുമടക്കം എത്രയോ സിനിമകൾ. ബന്ധങ്ങളിലെ ഉൾച്ചുഴികളും കുടുംബത്തിലെ അധികാര ഘടനയും സാമൂഹ്യ ജീവിതവുമെല്ലാം ഫ്രെയിമുകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു ബെനഗലിലൂടെ. ഫ്രെയിമുകളുടെ സാങ്കേതികത്വമല്ല കഥ പറയാൻ ഉദ്ദേശിക്കുന്ന ലോകത്തിൻ്റെ വ്യാഖ്യാനമാണ് പ്രധാനം എന്ന് ശ്യാം ബെനഗൽ അഭിമുഖങ്ങളിലൂടെ പറഞ്ഞുവെച്ചു. ആ സിനിമാ കാഴ്ചയുടെ വ്യക്തത ആ വാക്കുകളിലുമുണ്ടായി. നസറുദ്ദീൻ ഷായും ഷബാന ആസ്മിയും സ്മിത പാട്ടീലും കഥാപാത്രങ്ങളായി ശ്യാമിൻ്റെ ഫ്രെയിമുകളെ നിറച്ചു. അഭിനയപൂർണ്ണത ആവോളം ലഭിച്ചു ബെനഗലിന് നല്ല അഭിനേതാക്കളിലൂടെ. ആ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം മനസ്സിൽ കണ്ട ലോകം അതേപടി സാക്ഷാത്കരിക്കുകയും ചെയ്തു. സ്മിത പാട്ടീലിനെയും ഷബാന ആസ്മിയെയും വിളക്കിയെടുത്ത സംവിധായകൻ എന്ന പേരും ബെനഗലിന് സ്വന്തമാണ്. 1977 ആദ്യ ദേശീയ പുരസ്കാരം സ്മിത പാട്ടീലിന് നേടിക്കൊടുത്ത ചിത്രം ഭൂമികയുടെ സംവിധായകന്റെ പേര് ശ്യാം ബെനഗൽ എന്നാണ്. നസറുദ്ദീൻ ഷായും അമോൽ പലേക്കറും അനന്ത്നാഗും അടക്കം ആ ചിത്രത്തെ പ്രകടനം കൊണ്ട് വ്യത്യസ്തമാക്കി. 75 ഷബാന ആസ്മിയുടെ ആദ്യം പുറത്തുവന്ന ചിത്രമായ അങ്കൂർ ഷബാനയ്ക്കും ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തു. 79 എഴുത്തുകാരൻ റസ്കിൻ ബോണ്ടിന്റെ കഥയിൽ ജുനൂൻ എന്ന ചിത്രവും വന്നു. ജാതി, ജമീന്ദാർ വ്യവസ്ഥ, കുടുംബങ്ങൾക്കുള്ളിലെ അധികാരഘടന, ബന്ധ അസംബന്ധങ്ങൾ ഇവയുടെ കഥാഖ്യാനങ്ങളാണ് ബെനഗൽ സിനിമകളുടെ ആകെത്തുക. ലോകം ആ സിനിമകളെയെല്ലാം ആദരവോടെ തന്നെ കണ്ടു. കാൻ ചലച്ചിത്രമേളയിൽ ഗോൾഡൻ പാം പുരസ്കാരത്തിന് നോമിനേഷൻ ലഭിച്ച ചിത്രമാണ് നിശാന്ത്. ബെർലിൻ മേളയിൽ ഗോൾഡൻ ബെയർ പുരസ്കാരത്തിന് അങ്കൂറും നോമിനേറ്റ് ചെയ്യപ്പെട്ടു. 81 പുറത്തുവന്ന കലിയുഗിന് മോസ്കോ അന്താരാഷ്ട്ര മേളയിൽ ഗോൾഡൻ പ്രൈസും ലഭിച്ചു. ലോകം ശ്യാം ബെനഗലിനെ ആദരിക്കാൻ മടി കാണിച്ചില്ലെന്നതിൻ്റെ ചരിത്ര സാക്ഷ്യമാണിത്. ആ സിനിമകൾ ഇനിയും ഏറെക്കാലം ലോകത്തിനു മുന്നിൽ നിലനിൽക്കുമെന്നുറപ്പാണ്. സ്റ്റോറി ഡെസ്ക്, ന്യൂസ് മലയാളം.